ഇറാൻ യുദ്ധത്തിന്റെ തുടക്കം മുതൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങളിൽ വിശദീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. താൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചികിത്സയിലായിരുന്നുവെന്ന് നെതന്യാഹു സ്ഥിരീകരിച്ചു. നിലവിൽ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങളിൽ ഇതാദ്യമായാണ് ഔദ്യോഗിക തലത്തിൽ വിശദീകരണം വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ലോകം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചത് രാഷ്ട്രീയമായും സൈനികമായും വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് യുദ്ധത്തിന്റെ ഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതി ഒരു ബലഹീനതയെ ശത്രുക്കൾ കാണാതിരിക്കാൻ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത. തന്റെ നേതൃത്വത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ യുദ്ധരംഗത്ത് കൂടുതൽ കർക്കശമായ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തേക്കാം. അതിനാൽ തന്നെ ഈ വെളിപ്പെടുത്തൽ യുദ്ധം അവസാനിക്കുന്നതിനേക്കാൾ താൽക്കാലികമായെങ്കിലും അത് കൂടുതൽ തീവ്രമാക്കാനാണ് വഴിവെക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിൽ അമേരിക്കൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെങ്കിലും വിവരങ്ങൾ മറച്ചുവെക്കുന്ന നെതന്യാഹുവിന്റെ ശൈലിയോട് അമേരിക്കയിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് കടുത്ത വിയോജിപ്പുണ്ട്. നെതന്യാഹു ഭരണത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ കൂടുതൽ മൃദുവായ സമീപനമുള്ള ഒരു നേതൃത്വം വരുമെന്നും അത് വെടിനിർത്തലിലേക്ക് നയിക്കുമെന്നും അമേരിക്കൻ ഭരണകൂടത്തിലെ ചിലർ പ്രതീക്ഷിക്കുന്നു. യുദ്ധം അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുക പ്രയാസകരം തന്നെയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താൻ യുദ്ധം തുടരേണ്ടത് ആവശ്യമാണ്. രോഗവിവരം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള സംഘർഷങ്ങൾ അദ്ദേഹം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ അവസ്ഥ പരിശോധിച്ചാൽ അവർക്ക് ഇസ്രായേലിനെ കൈവിടാൻ സാധിക്കില്ലെങ്കിലും നെതന്യാഹുവിനെ പൂർണ്ണമായും വിശ്വസിക്കാനും കഴിയില്ല. ഇസ്രായേലിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെയും വിദേശ നയത്തെയും ഒരുപോലെ ബാധിക്കും. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ തളർച്ചയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ്. ഈ ഭയം അമേരിക്കയെ ഒരു പരിധിയിൽ കൂടുതൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് തടയാനാണ് സാധ്യത. ചുരുക്കത്തിൽ ഇറാനെ അതിവേഗത്തിൽ സൈനികമായി കീഴടക്കാമെന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകൾക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയുണ്ടായിട്ടും ഇറാന്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അവരുടെ ലോകപ്രശസ്തമായ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ പോലും പലപ്പോഴും മറികടന്നു എന്നത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ പോലും ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയ സാമ്പത്തിക ബാധ്യതയും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടലുമാണ് സമ്മാനിക്കുന്നതെന്ന് തന്നെ പറയാം. അതുപോലെ ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങൾ പ്രകടനമാണ്. ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താകുകയും യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആത്മവീര്യത്തെയും ബാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ സൈനിക പ്രതിരോധവും അന്താരാഷ്ട്ര സാഹചര്യങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഏകപക്ഷീയമായ വിജയപ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങളും അമേരിക്കയുടെ പ്രതികരണങ്ങളും ഈ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കും.